ബബ് ബബ് ബ സിനിമയുടെ റിവ്യൂ ആണ് സംസാരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്നും പറയുന്ന പോലെ പറയുകയാണ്, കരുനാഗപ്പള്ളിയിൽ ഒരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററില്ല. തെക്കൻ ജില്ലകളിൽ നിന്ന് പോലും കല്യാണ ആവശ്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാടകയ്ക്കുള്ള ശ്രീധരയ ഓഡിറ്റോറിയം ഉള്ള നമ്മുടെ കരുനാഗപ്പള്ളിയിൽ മലബാർ പോലുള്ള ജുവലറി, നന്ദലത്ത് മൈജി പോലുള്ള ഹോം അപ്ലയൻസ്, അതുമാത്രമല്ല ഹൈ ലെവൽ നിലവാരമുള്ള തുണിക്കടകളുള്ള കരുനാഗപ്പള്ളിയിൽ, അതായത് കരുനാഗപ്പള്ളിക്ക് പുറത്തുള്ളവരെല്ലാം ഈ ആവശ്യങ്ങൾക്കെല്ലാം വരുന്നത് കരുനാഗപ്പള്ളിയിലാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കരുനാഗപ്പള്ളിക്കാർ സിനിമ കാണാൻ പോകുന്നത് ഒരു ഡോൾബി അറ്റ്മോസ് 4K തിയേറ്റർ കിട്ടണമെങ്കിൽ കരുനാഗപ്പള്ളിക്ക് പുറത്തു പോകണം എന്നുള്ള അവസ്ഥയാണ്. ഇതൊരു നിർഭാഗ്യകരമായ അവസ്ഥയായതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. ഇനി ബബ്ബ സിനിമയുടെ റിവ്യൂവിനെ പറ്റി പറഞ്ഞാൽ, ദിലീപ് കൂലിക്ക് അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ദിലീപിന്റെ കരിയർ വളരെ ബെസ്റ്റ് ആയിരുന്നു. ദിലീപ് കൂലിക്ക് അഭിനയിച്ച സിനിമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറക്കും തളിക, പഞ്ചാബി ഹൗസ്, മീശമാധവൻ പോലുള്ള പഴയകാല ചിത്രങ്ങളെല്ലാം ദിലീപ് കൂലിക്ക് അഭിനയിച്ച സിനിമകളായിരുന്നു. അതിനുശേഷം ദിലീപ് സ്വന്തമായി സംവിധാനത്തിൽ കൈകടത്താൻ തുടങ്ങിയതിനു ശേഷമാണ് വില്ലാളി വീരൻ, നാടോടി മന്നൻ പോലുള്ള സിനിമകളാണ് പിന്നീട് കണ്ടത്. അതിനുശേഷം വന്ന പുതിയ സിനിമകളെല്ലാം വളരെ വളരെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ശരിക്കും ദിലീപ് കൂലിക്ക് അഭിനയിച്ചു കഴിഞ്ഞാൽ പഴയ സിനിമകളുടെ രീതിയിൽ സംവിധായകൻ പറയുന്ന അനുസരിച്ച് ദിലീപ് നിന്ന് കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. അത്തരത്തിൽ ദിലീപ് കൂലിക്ക് അഭിനയിച്ച ഒരു പടം തന്നെയാണ് മക്കളെ ഇത്. ഇതിന്റെ ആർട്ട് വർക്ക്, ഇതിന്റെ മ്യൂസിക് എല്ലാം എന്റർടൈൻമെന്റ് ആയിട്ടുണ്ട്. നോ ലോജിക്ക് ഒൺലി മാഡ്നസ് എന്ന് ഇതിന്റെ സംവിധായകൻ പറഞ്ഞതുപോലെ തന്നെ അതിനെ ശരിവെക്കുന്ന ഒരു പടമാണ്. ശരിക്കും ഇതിന്റെ ഡയറക്ടർ ഒരു മോഹൻലാൽ ഫാനാണെന്ന് തന്നെ പറയേണ്ടി വരും. ദിലീപ് അഴിഞ്ഞാടിയും ചോദിച്ചു കഴിഞ്ഞാൽ അഴിഞ്ഞാടി, മോഹൻലാൽ ഡബിൾ അഴിഞ്ഞാടി എന്ന് വേണമെങ്കിൽ പറയാം. മോഹൻലാൽ ഫാൻസിനും ദിലീപ് ഫാൻസിനും നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ക്രിസ്മസിൽ നല്ല ഒരു വൈബ് പിടിച്ച ഒരു മൂഡ് പടമാണ്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഒരുമാതിരി എല്ലാ തരത്തിലുള്ള, കാരണം വളരെ പഴയ ആൾക്കാർ ഒരുപക്ഷെ ചിലപ്പം ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചാലും ന്യൂജൻ ജെൻസി ജനറേഷൻ മാത്രമല്ല അതിന് മുന്നേ ഉള്ള ജനറേഷൻ എല്ലാം ഒരുപോലെ എന്റർടൈൻ ചെയ്യുന്ന, നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി ഒക്കെ പറയുന്നവർക്കുള്ള എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, ഒരു ദിലീപ് ഫാൻസിനും മോഹൻലാൽ ഫാൻസിനും ഒരുപോലെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഓരോ വ്യക്തികൾക്കും നല്ല രീതിയിൽ അറിഞ്ഞ് ദിലീപ് പണിഞ്ഞ് കൊടുത്തിട്ടുള്ള ഡയലോഗുകൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ഈ സിനിമയിൽ പല സീനുകൾ കാണാൻ പറ്റും. പിന്നെ ഒരു സ്പൂഫ് പടമാണ്, ഈ പറഞ്ഞ ആറാട്ട് പോലുള്ള സിനിമയാണ്. പക്ഷെ ആറാട്ടിൽ അത് വർക്കായില്ല, പക്ഷെ ഇവിടെ അത് വർക്കായി. നമ്മളൊരു സ്പൂഫ് പടം എന്ന് പറയുമ്പോൾ നമ്മളത് വർക്കാവുന്നില്ലയോ എന്നാണ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ നമ്മൾ എടുത്തു പറയണം. അത് ശരിക്കും വർക്കായിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിനെതിരെ തന്നെ ദിലീപ് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പടം തന്നെയാണ്. ദിലീപിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ദിലീപ് ഈ പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഡയറക്ട്ലി നല്ല രീതിയിൽ കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട്. പക്ഷേ സ്ഥലകാല സംഭവങ്ങളോ അല്ലെങ്കിൽ തെളിവ് സഹിതമോ അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളൊന്നും പറഞ്ഞ് റെഫറൻസ് ഒന്നും വെച്ച് ചെയ്യാത്തത് കൊണ്ട് ആരെങ്കിലും ഇതിനെ എതിർക്കാനോ മറ്റും പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്.